നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നിരവധി വാർത്താ തുടർച്ചകളുള്ള ഒരു ദിവസമാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ തേടി ഇഡി. എഫ്ഐആറിന്റെ അടക്കം പകർപ്പിനായി ഇഡി നൽകിയ അപേക്ഷയിൽ വിധി ഇന്ന്. അപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്ന് പ്രോസിക്യൂഷൻ. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. രഞ്ജിത പുളിക്കലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ സന്ദീപ് വാര്യർ 4ാം പ്രതി. ഗർഭിണിയുടെ മുഖത്തടിച്ച SHOയ്ക്ക് സസ്പെൻഷൻ. പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുത്തത് ദക്ഷിണ മേഖല IG. ADGP H വെങ്കടേശന് അന്വേഷണ ചുമതല. TP കേസ് പ്രതികളിൽ നിന്നുൾപ്പെടെ പണം കൈപ്പറ്റിയ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. ചട്ടം ലംഘിച്ച് DIG ജയിലുകൾ സന്ദർശിച്ചെന്ന് കണ്ടെത്തൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. നിർണായക മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. പരമ്പരയിൽ 2-1 എന്ന നിലയിൽ ഇന്ത്യ മുന്നിൽ. സഞ്ജു സാംസൺ ഓപ്പണറായേക്കും. അഹമ്മദാബാദിലും പുകമഞ്ഞ് ഭീഷണി. വാർത്തകളിലേക്ക് വിശദമായി. എറണാകുളത്ത് ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവത്തിൽ SHO പ്രതാപചന്ദ്രന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG ആണ് സസ്പെൻഡ് ചെയ്തത്. പ്രതാപചന്ദ്രനെതിരെ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ADGP H വെങ്കടേശനാണ് അന്വേഷണ ചുമതല. നിലവിൽ അരൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് പ്രതാപചന്ദ്രൻ. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. ആ ദൃശ്യങ്ങൾ നമ്മളെയൊക്കെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഗർഭിണിയായ ഒരു യുവതിയെ മുഖത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താനും. മാത്രമല്ല, അവർക്കിപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത് 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ്. നീതി ലഭിച്ചു എന്ന് പറയാറുമായിട്ടില്ല, അല്ലേ ഡാനി? ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്. കാരണം നീതി ലഭിച്ചു എന്ന് പൂർണ്ണമായും തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് ആയിട്ടില്ല. കാരണം ഒരു അടിയന്തര നടപടി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നതിന്റെ സാഹചര്യത്തിൽ, ഈ ദൃശ്യങ്ങൾ വന്നതിന്റെ സാഹചര്യത്തിലുള്ള ഒരു നടപടി എന്ന രീതിയിലാണ്. പക്ഷെ ഇനിയിപ്പോൾ അന്വേഷിച്ച് നടപടി എടുക്കണം എന്നതാണ് ഇനി വരുന്നത്. പക്ഷെ അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ദൃശ്യങ്ങൾ വിട്ടുകിട്ടാനുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു. അതിനിടയിൽ അവരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയ സാഹചര്യം കൂടി നിലവിലുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കർശന നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇവർക്ക് അല്പമെങ്കിലും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കുറെയെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങളിലെ ഒരു നീതി ലഭിക്കുന്നത്, കുറച്ചെങ്കിലും നീതി ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതാപചന്ദ്രന്, ഈ CA ആയിരുന്ന പ്രതാപചന്ദ്രന് ഒരു നടപടി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ അരൂർ SHOയാണ് പ്രതാപചന്ദ്രൻ. മുഖ്യമന്ത്രി DGPക്ക് നൽകിയ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ SHOയെ KG പ്രതാപനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ മറ്റ് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഇതിലിപ്പോൾ സാഹചര്യങ്ങൾ അന്വേഷിക്കുക എന്നത് മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ CAയുടെ നടപടി അത് ഉണ്ടായോ, നിങ്ങൾ അവരെ ഉപദ്രവിച്ചോ എന്ന ചോദ്യത്തിനൊന്നും തന്നെ പ്രസക്തിയില്ല എന്നതാണ്. കാരണം ആ CCTV ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. എറണാകുളം നോർത്ത് ഭാഗത്ത് ബെൻ ടൂറിസ്റ്റ് ഹോം നടത്തുന്ന ബെഞ്ചോയും ബെഞ്ചോ ബേബിയും ഭാര്യ ഷൈമോളുമാണ് ഈ പ്രതാപചന്ദ്രന്റെ ഇത്തരം ഈ ഒരു അതിക്രമത്തിന് ഇരയാകുന്നത്. ഷൈമോളുടെ അവരുടെ കയ്യിൽ ഒരു കുട്ടികളുണ്ടായിരുന്നു. ഒപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അവരെ മാറിടത്തിൽ പിടിച്ച് തള്ളുകയായിരുന്നു. പിന്നീട് അവിടെ ബഹളമുണ്ടാകുമ്പോൾ അവരെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തുവരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എവിടെയും തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നീതി നിർവഹണം നടത്തേണ്ട ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം തന്നെയാണ് ഈ ഒരു നടപടി പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അത് മാത്രവുമല്ല, ഇന്നലെ ഷൈമോളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് CI ഇത് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരുണ്ട്,
അവർ കൂടി തന്റെ മുടിക്ക് പിടിച്ച് വലിക്കുകയായിരുന്നു, പിറകിലേക്ക് ബലമായിട്ട് മതനോട് ചേർത്ത് നിർത്തുന്നു, അവരും തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് എറണാകുളം നോർത്ത് സ്റ്റേഷനോട് ചേർന്നുള്ളത് തന്നെയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് എത്തിയ വനിതാ ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിലേക്ക് അതിക്രമങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത്. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ അതിന്റെ ഒരു പകർപ്പ് തരാതിരിക്കാൻ വേണ്ടി വളരെയധികം ഇവർ ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോവുകയും ഒടുവിൽ അത് കോടതി മുഖേനയാണ് ഇവർക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂരിൽ കണ്ട ആ ഒരു സമാനമായ നടപടികൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്നത്. ഏതായാലും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയവുമായി അതാണ് ഡാനി, നമ്മൾ ഈ ദൃശ്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുമ്പോൾ അവർക്ക് വ്യക്തമായി കാണും. ഡാനി പറഞ്ഞത് തന്നെയാണ്, ഇതിന് പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിന് അപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ ഷൈമോൾക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് കൃത്യമായി അതിൽ കാണാം. ഷൈമോൾ അവിടെ കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൽ പ്രതിഷേധിച്ചാണ് 2 കുഞ്ഞുങ്ങളുമായി അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ കരഞ്ഞ് ബഹളം വെക്കുന്ന ആളുടെ അടുത്തേക്ക് പ്രതാപചന്ദ്രൻ എത്തുന്നു. അതിനുശേഷം എന്തോ ആക്രോശിക്കുന്നുണ്ട്. ഷൈമോളെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നത് നമുക്ക് കാണാം. അതിനുശേഷമാണ് ഷൈമോൾ ഇയാളുടെ അടുത്തേക്ക് വരുന്നതും തുടർന്നുണ്ട് ആ ചെകിടത്ത് അടിക്കുന്നതും. ഇതെല്ലാം ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാമെന്നുള്ളതാണ്. എന്തിനാണ് ഇവരുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നടക്കമുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകാം. അതുകൂടി ഒന്ന് വിശദീകരിക്കാം. അശ്വതി, ഈ കാര്യത്തിൽ ഇന്നലെ സംസാരിക്കുമ്പോൾ ഇന്നലെ ബെഞ്ചോ പറയുന്നത് എറണാകുളം നോർത്ത് ഭാഗത്ത്, അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴറിയാം ഏതാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു 200 മീറ്റർ അകലെ മാത്രമാണ് ഇത് ഒരു ടൂറിസ്റ്റ് ഹോം നടത്തുന്നത്. പലപ്പോഴും ഇതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഓഫീസെല്ലാം വരുന്നത്, പോലീസ് സ്റ്റേഷൻ വരുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ്. ആ ദിവസങ്ങളിൽ അവിടെ പോലീസ് നടപടി, പോലീസ് 2 പേരെ തടഞ്ഞു നിർത്തുന്നതും അവരോട് അപമര്യാദയായി പെരുമാറുന്നത്, അതായത് അവരെ ഒരു ചോദ്യം ചെയ്യുന്നത്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു, ബെഞ്ചോയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ബെഞ്ചോ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മൊബൈൽ ഫോണിൽ പകർത്തുമ്പോൾ അത് ഇവർ കാണുകയും പിന്നീട് ഇവർ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇയാളുടെ പേരിലേക്ക് മറ്റ് ചില കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ എന്തിനെടുത്തു എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഭർത്താവിനെ അകാരണമായി കസ്റ്റഡിയിൽ എടുക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഈ ദൃശ്യങ്ങൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ തന്നെയും പോലീസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞ കാര്യം മറ്റവർക്ക് അറിയാമായിരുന്നു. പിന്നീടാണ് അത് പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് ഷൈമോൾ അവിടേക്ക് ചെല്ലുന്നത്. ഈ ഷൈമോളുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും പോലീസുകാർ. ആ ദൃശ്യങ്ങൾ കാണാം. ഒരു 3 or 4 മഫ്റ്റിയിലുള്ള പോലീസുകാരെ സ്റ്റേഷനകത്ത് വെച്ച് ഇദ്ദേഹത്തോട് കയർക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നു. അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതാണ് ഷൈമോൾ പറയുന്നത്. അത് കണ്ടുകൊണ്ടാണ് താൻ അത് എന്തിനാണ് എന്ന് പറഞ്ഞ എന്റെ ഭർത്താവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മർദ്ദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് അശ്വതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ തന്നെ ഈ പ്രതാപചന്ദ്രൻ ചില കാര്യങ്ങൾ പറയുന്നത്, ഇദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് അടക്കമുള്ള വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു കേസിലെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങളുണ്ട് എന്നതെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള ഒരു ന്യായീകരണ കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അതെന്തായാലും പോലീസ് സ്റ്റേഷനകത്ത് സംഭവിച്ച കാര്യങ്ങൾ കൂടിയാണ് പിന്നീട് അത് വ്യക്തമാകുന്നത്. പോലീസ് മാതൃകാ സ്റ്റേഷൻ എന്നതെല്ലാം തന്നെ പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നെന്ന് മാത്രം പറയുമ്പോഴാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൂടി കാണുന്നത്. പോലീസ് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അവിടെ പ്രവർത്തിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതും ഇവരുടെ ഈ ബെഞ്ചോയുടെ എല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. പോലീസിന്റെ ചില നടപടികളെ താനത് കണ്ടു, അത് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു, അത് തന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന സംശയമാണ് ഈ രീതിയിലുള്ള ഒരു അതിക്രമത്തിലേക്ക് വന്നതെന്നാണ് ഈ കുടുംബത്തിന്റെ വിശദീകരണം വരുന്നത്. എന്തായാലും നോർത്ത് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചുകൂടിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരവധിയായ പരാതികൾ ഈ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് പലപ്പോഴും തന്നെ വരാറുണ്ട്. അത് അവിടേക്ക് പറയുന്നൊരു കാരണം ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ് പലപ്പോഴും ഈ പണിഷ്മെന്റ് കിട്ടിയ, ട്രാൻസ്ഫർ കിട്ടിയ ആളുകളെ കൂട്ടത്തോടെയും അല്ലാതെയും എല്ലാം തന്നെ എത്തിപ്പെടുന്നത് ഈ സ്റ്റേഷനാണെന്നാണ് പോലീസിനകത്ത് തന്നെയുള്ള ഒരു അടക്കം പറച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ട്
അവിടെ നിന്നും പലപ്പോഴും ഈ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില കേസുകളിൽ പരാതിക്കാരായിട്ട് ഒത്തുതീർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണിത്. അവിടെ നിന്നാണ് അതിന്റെ ഒരു സീനിയർ ഓഫീസർ, അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നതുകൂടി ഓർക്കുക. അദ്ദേഹത്തിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെ ഈ രീതിയിലുള്ള അത് തന്നെയാണ് ഡാനി. പ്രതാപചന്ദ്രൻ ഇപ്പൊ ഡാനി പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ, പോലീസുകാർക്കിടയിൽ അയാൾ അറിയപ്പെടുന്ന മിന്നൽ പ്രതാപൻ എന്നൊക്കെയാണ് എന്ന് പറയുന്നത്. മിന്നലായാലും ഇടിവെട്ടായാലും ഈ കാണിച്ചിരിക്കുന്നത് തോന്നിവാസമാണ് എന്നുള്ളത് കൃത്യമായ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദൃശ്യം കൊടുക്കാതിരിക്കാൻ പരമാവധി അധികാരം ഉപയോഗിച്ച് ശ്രമിച്ചു കാണുമല്ലോ. എത്രയോ നിയമ പോരാട്ടത്തിനൊടുവിലായിരിക്കും ആ ദമ്പതികൾക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടുക. അഥവാ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന് ഏത് രീതിയിൽ വളച്ചൊടിച്ചേനെ? തീർച്ചയായും. കാരണം ഈ ദൃശ്യങ്ങൾ, ഇത്തരം ഒരു ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്യുന്നു എന്നതുകൂടി നമ്മളത് കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം അവരിതൊന്നും ഭയപ്പെടുത്തുന്നില്ല എന്നതുകൂടിയുണ്ട്. ഈ കേസിൽ പോലീസ് ഇട്ടിരുന്ന ഒരു FIR ഉണ്ട്. ഈ ഷൈമോൾ അവരെ ആക്രമിച്ചു എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു FIR ഇട്ടത്. ഒപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ അവരെ അപായപ്പെടുത്തും, കൊന്നുകളയുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിട്ട് FIR ഇട്ടിരുന്നു. നിലത്തെറിയാൻ ശ്രമിച്ചപ്പോഴാണ് വനിതാ പോലീസ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ FIR-ലുണ്ട്. ഒപ്പം സ്റ്റേഷനിലെ ഈ വാതിൽ പാളി ഷൈമോൾ തകർത്തും എന്നതെല്ലാം തന്നെ FIR-ൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെഞ്ചോയ്ക്ക് 5 ദിവസം കഴിഞ്ഞാണ് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് പോലീസ് ചെയ്യാവുന്നതെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ചെയ്തിരുന്നു. മാത്രവുമല്ല, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽപ്പെട്ട ഈ CI പ്രതാപചന്ദ്രൻ ഈ ഷൈമോളുടെ ആക്രമണത്തിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ചികിത്സ തേടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ FIR-ൽ വന്നിരിക്കുന്നത്. കാരണം പോലീസിന് ചെയ്യാവുന്നത്, അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്കറിയാം. ഒരു കേസ് വന്നാൽ നിൽക്കുന്നത് അതിന്റെ രേഖകളാണെന്നുള്ള വസ്തുതകളും അവർക്കറിയാം. അപ്പോൾ മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ ഉണ്ട്, എന്നെങ്കിലും അത് പുറത്ത് വന്നേക്കാം എന്ന കാര്യങ്ങളും കൂടി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും എടുക്കാവുന്ന ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരും ചെയ്തു വെച്ചു എന്നത് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ആണ് പിന്നീട് അവർ ഈ FCI ഇവിടെ നിന്ന് മാറുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇതിൽ 5 ദിവസം കഴിഞ്ഞാണ് ബെഞ്ചോയ്ക്ക് ജാമ്യം കിട്ടിയത്. എറണാകുളം CJM കോടതിയാണ് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇവർ സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുകയും ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ഈ അപേക്ഷ അനുവദിച്ചില്ല. പിന്നീട് ഈ ഹൈക്കോടതി അടക്കം ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. 4 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാനായിരുന്നു അവർ അനുമതി തേടിയത്. തുടർന്ന് ഈ മാസം 1-ാം തീയതിയാണ് ഈ അനുകൂലമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളടക്കം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. ശരി ഡാനി, എന്തായാലും അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത്. 2 കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലേക്ക് ഭർത്താവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദ്യം ചെയ്യാനെത്തിയ ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ മുഖത്താണ് അടിച്ച് പരിക്കേൽപ്പിച്ചത്. അത് മാത്രമല്ല, ഇത് കേസ് തിരിക്കാനുള്ള ശ്രമം പരമാവധി ആ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ്. അങ്ങോട്ട് മുഖത്തടിച്ചതിന് ശേഷം ഇങ്ങോട്ടടിച്ചതിൽ തനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്ന് പറഞ്ഞ് കേസ് അട്ടിമറിക്കാനുള്ള, തിരിച്ച് ആക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. ഇപ്പോൾ 1 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സത്യം പറയുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അടിയന്തര നടപടി എന്നോണം പ്രതാപചന്ദ്രന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അവർക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല. ഇത്തരം പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസുകളിലെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിൽ വിധി ഇന്ന്. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേസിന്റെ FIR, റിമാൻഡ് റിപ്പോർട്ടുകൾ, അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് ED അപേക്ഷ നൽകിയത്. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും ED ആവശ്യപ്പെടുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ സ്ത്രീയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയ എന്ന കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന്. കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായിരുന്നു. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. രഞ്ജിത പുളിക്കൽ 1ാം പ്രതിയും രാഹുൽ ഈശ്വർ 5ാം പ്രതിയുമാണ്.
ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകനും മുൻ എംഎൽഎയുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് നാളെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ വാദം പൂർത്തിയായിരുന്നു. തനിക്കെതിരെയുള്ളത് വ്യാജ കേസാണെന്നായിരുന്നു കുഞ്ഞുമുഹമ്മദിന്റെ വാദം. അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം PT കുഞ്ഞുമുഹമ്മദിന് യുവതി വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പകർപ്പും PT കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ PP ഹാരിസ് കോടതിയിൽ ഹാജരാക്കി. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇരുവരും ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി കടകംപള്ളി സുരേന്ദ്രൻ സമർപ്പിച്ച മാനനഷ്ട കേസ് തുടർവാദത്തിനായി ജനുവരി 5 മാറ്റി. ദ്വാരപാലകരെ ആർക്കാണ് മറച്ചുവിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നും കടകംപള്ളിയാണ് അതിന് ഒത്താശ ചെയ്തത് എന്നുമായിരുന്നു സതീശന്റെ ആരോപണം. എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകന് കോടതിയിൽ ഹാജരാക്കാനായിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം കോടതി നടപടികളുടെ പേരിൽ വന്ന തെറ്റായ വാർത്തകളുടെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ആലപ്പുഴയിൽ രക്ഷിതാക്കളുടെ കാഴ്ചാ പരിമിതി പറഞ്ഞുള്ള നിരന്തര ആക്ഷേപത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. മണ്ണഞ്ചേരി സ്വദേശി രേഷ്മയാണ് മരിച്ചത്. ഭർത്താവ് ഡിബിൻ ഉൾപ്പെടെയുള്ള 3 കുടുംബം ഒളിവിലാണ് എന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പറയുന്നത്. 3 വയസ്സുള്ള പേരക്കുട്ടിയെ ഉൾപ്പെടെ കാണാനാകാത്ത ആശങ്കയെ തുടർന്ന് പോലീസിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജയരാജും ഭാര്യ ഷീലയും. കാഴ്ചാപരിമിതിയുള്ള ജയരാജും ഷീലയും ആശങ്കയുടെ മുൾമുനയിലാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് കഷ്ടപ്പെട്ട് വളർത്തിയ മകളെ നഷ്ടമായി. ഇപ്പോൾ പേരക്കുട്ടിക്ക് കൂടി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയിലാണവർ. മകൾ രേഷ്മയെ ഭർത്താവായ ഡിബിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് 3 മാസം കഴിയുന്നു. ഗാർഹിക പീഡനത്തിന് ഡിബിൻ, പിതാവ് ദിലീപ് കുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസുമെടുത്തു. പിന്നാലെ രേഷ്മയുടെ 3 വയസ്സുകാരിയായ മകൾ തന്നെ അച്ഛൻ അമ്മയെ ഉപദ്രവിച്ചു എന്ന കാര്യം ജയരാജിനോടും ഷീലയോടും പറഞ്ഞിരുന്നു. കുഞ്ഞിനെ പിന്നെ കണ്ടിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. കൊച്ച് പറയുകയുണ്ടായി ഞങ്ങളോട്, പിന്നെ അമ്മയുടെ ഫോൺ അടിച്ചു പൊട്ടിച്ചു, അമ്മയെ തല്ലി എന്നുള്ളത് നമ്മളെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം അവർ അവിടെ നിന്ന് ഒളിവിൽ പോയി. പിന്നെ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ മോള് പോയി. ഞങ്ങളുടെ മോളുടെ കുഞ്ഞെങ്കിലും ഞങ്ങൾക്ക് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റണം. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ദിലീപും ഡിബിനും ഒളിവിലാണെന്ന് നോർത്ത് പോലീസ് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. ആലപ്പുഴ DYSPയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നടപടിയെടുക്കാതായതോടെ അന്ധരായ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ കാഴ്ചാപരിമിതിയുള്ളവർ ചേർന്ന് ആലപ്പുഴ SP ഓഫീസിന് മുന്നിൽ സമരം ചെയ്തിരുന്നു. നീതി കിട്ടാത്തതിൽ കടുത്ത വേദനയിലാണ് ഈ പാവം മനുഷ്യർ. ഇതേവരെ അവരെ കണ്ടെത്തുവാനും അവരെ അറസ്റ്റ് ചെയ്യുവാനും പോലീസുകാർക്ക് സാധിച്ചില്ല. അതിനുപരി നമ്മൾ മുഖ്യമന്ത്രിക്കും DGPക്കും ആലപ്പുഴ SP-ക്കും ഒക്കെ പരാതി നൽകി പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രിയുടെയും DGPയുടെയും അന്വേഷണത്തിൽ നിന്നും അവിടുത്തെ പരാതി കൊടുത്തതിൻ്റെ അന്വേഷണം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എറണാകുളം സോണൽ AGക്ക് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ നടപടിയെടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ജില്ലാ കോടതി ജാമ്യം തള്ളിയിട്ടും അറസ്റ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പോലീസിന് പ്രതികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും ആകുന്നില്ല എന്നതാണ് വിശദീകരണം. നടപടിയില്ലാത്ത പക്ഷം അന്ധരായ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരമിരിക്കാനാണ് തീരുമാനം. ശരണ്യ സ്നേഹജൻ, News 18 ആലപ്പുഴ. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന LDF മേയർ സ്ഥാനാർത്ഥി O സദാശിവൻ News 18നോട്. പാളയം മാർക്കറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ മറുവശത്തുള്ള അംഗങ്ങളെയും കേൾക്കും. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന്റെ തോൽവി ഞെട്ടിച്ചു. അപ്രതീക്ഷിതമായാണ് മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി നിയോഗിച്ചതെന്നും സദാശിവൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി O സദാശിവനെ പാർട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം അദ്ദേഹം തന്നെയുണ്ട്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? നേരത്തെയൊക്കെ വലിയ ഭൂരിപക്ഷം പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം മുന്നണിക്കുണ്ടായിരുന്നു. വിജയിക്കുമെന്ന് പ്രതീക്ഷ? തീർച്ചയായിട്ടും മുമ്പ് കാലത്തെ പോലെയല്ല. മുമ്പ് ഒരു കാലത്തും ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കോഴിക്കോട് ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 സീറ്റിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. എന്നാൽ 41 പേര് അങ്ങേ ഭാഗത്തുണ്ട് താനും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കോർപ്പറേഷൻ്റെ ഭരണത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂടി സഹകരണത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ കഴിയുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ വികസന കാര്യത്തിൽ, ജനങ്ങളുടെ ക്ഷേമ കാര്യത്തിലെല്ലാം നഗരത്തിലെ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചപ്പാടുകളിൽ ഇവരെ യോജിപ്പിച്ച് നിർത്തി
ഈ താല്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. വിവാദങ്ങളുള്ള വിഷയങ്ങൾ, ഏതെങ്കിലും പ്രത്യേക ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നാടിന് വേണ്ട കാര്യങ്ങളാണ് തീർച്ചയെങ്കിൽ അവരുമായി സംസാരിച്ചൊരു യോജിപ്പിലെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തും. അങ്ങനെ മാത്രമേ പുതിയ കാലത്തെ കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഈ പാളയം പോലുള്ള ചില കാര്യങ്ങൾ വെല്ലുവിളിയാണ്. കാരണം നിലവിൽ തന്നെ പ്രതിപക്ഷം ഒക്കെ വലിയ ബഹളം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയതാണ്. ആ പദ്ധതിയൊക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷ. പാളയം പച്ചക്കറി മാർക്കറ്റിൽ ഒരുപാട് തവണ ഒരുപാട് വിശദമായ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അത്തരം ചർച്ചകളിൽ കുറേയേറെ കാര്യങ്ങളിൽ ഒരു യോജിപ്പിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില വിഷയത്തിൻ്റെ അകത്ത് വിയോജിപ്പുകൾ നിലനിൽക്കുന്നു. ആ വിയോജിപ്പുകളാണ് ഇത് ഇപ്പോൾ അങ്ങനെ ചില വിവാദങ്ങളായിട്ട് നിൽക്കുന്നത്. ആ വിയോജിപ്പുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂട്ടായി ഇരുന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതകൾ എല്ലാ കക്ഷികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിനുള്ളൊരു ശ്രമം നടത്തും. അതൊരു നഗരത്തിന് വേണ്ടുന്ന പദ്ധതിയാണല്ലോ. അതുകൊണ്ട് വിയോജിപ്പുകളെ യോജിപ്പുകളാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താങ്കൾ കക്ഷി നേതാവ് കൂടിയായിരുന്നു. പക്ഷേ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു കൗൺസിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വലിയ കാര്യമായ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് കോർപ്പറേഷൻ സംബന്ധിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായതാണ്. അതൊന്നും ശരിയായിരുന്നില്ല എന്നൊന്നും ജനം വിലയിരുത്തുന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും ശരി തന്നെയാണ്. കാരണം അത്രയേറെ വികസനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്ത് കോഴിക്കോട് പട്ടണത്തിൻ്റെ അകത്ത് നടപ്പിലാക്കിയത്. അതിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ കൗൺസിലിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള കൗൺസിലർമാർക്ക് പോലും അക്കാര്യത്തിൽ ആക്ഷേപം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ തോൽവിക്ക് കാരണമായ കാര്യങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിലെ വികസനങ്ങൾ നടക്കാത്തതിൻ്റെ ഭാഗത്തിലാണെന്ന് ഞാൻ കാണുന്നില്ല. അത് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം. അത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്, മറ്റ് പല സ്ഥലത്തും സംഭവങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം രാഷ്ട്രീയപരമായി തന്നെ പാർട്ടി തലത്തിൽ, മുന്നണി തലത്തിൽ ഒക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഏതായിരുന്നാലും കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ ഡെപ്യൂട്ടി മേയർ മുസാഫറിൻ്റെ തോൽവി അതൊരു ഞെട്ടിക്കുന്ന തോൽവി തന്നെ ആയിരുന്നല്ലേ? അദ്ദേഹമായിരുന്നു ഒരുപക്ഷെ മേയർ ആകുമെന്ന് ഏറെ സാധ്യത. അതെ, കോഴിക്കോട്ട് പ്രധാനപ്പെട്ട സഖാവായിരുന്നു മുസാഫർ. കോഴിക്കോട് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഈ കൗൺസിലിൽ യഥാർത്ഥത്തിൽ ഈ കൗൺസിലിൻ്റെ നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. അത്രയേറെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയേറെയാണ്. ജീവിതത്തിൽ വലിയൊരു സമയവും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു പരാജയം പറ്റി. എന്താണോ അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അത് ആ തലത്തിൽ പരിശോധിക്കും. അതുകൊണ്ടൊരു അപ്രതീക്ഷിതമായിരുന്നു അല്ലേ അദ്ദേഹത്തിനൊരു പകരക്കാരനായി പെട്ടെന്ന് വരെ? പക്ഷേ അദ്ദേഹത്തിന് പകരക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നേക്കാൾ വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. തീർച്ചയായും എൻ്റെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സഖാവിനെ പോലുള്ള ആൾ തന്നെയായിരുന്നു ഉത്തമൻ എന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ എന്തോ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ വരേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ മാക്സിമം ഉയർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. വലിയൊരു പോസ്റ്റാണ്. കാരണം ഈ കോഴിക്കോട് നഗര പിതാവ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രമുഖരും പ്രഗത്ഭരുമൊക്കെ ആളുകളിരുന്നാണ്. പിന്നെ സാധാരണ ഒരു നഗരത്തിലുപരി ചില സാംസ്കാരികമായ ഒരുപാട് ഔന്നത്യമുള്ളൊരു നഗരം കൂടിയാണ്. അങ്ങനെ ഒരു നഗരത്തിൻ്റെ പിതാവാകാൻ അവസരം ലഭിക്കുന്നതിന് താങ്കൾ എങ്ങനെ? തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കേട്ടോ. അതൊരു വലിയ, നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു വലിയ സ്ഥാനമാണ് കോഴിക്കോട് നഗരത്തിൻ്റെ നഗരപിതാവ് എന്ന് പറയുമ്പോൾ. പക്ഷേ നാം പറയല്ലോ സാധാരണ സ്നേഹത്തിലൂടെ എല്ലാറ്റിനെയും അല്ലേ, ഏത് വിഭാഗമാവട്ടെ, ഏത് ജനവിഭാഗമാവട്ടെ, ഏത് പ്രശ്നങ്ങളാവട്ടെ, അതിനെയെല്ലാം തന്നെ വളരെ സമചിത്തത്തോടുകൂടി സ്നേഹത്തോടുകൂടിയും ഇടപെട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരം എല്ലാ വിഭാഗങ്ങളുമായുള്ള സൗഹൃദവും ബന്ധങ്ങളും സ്നേഹവും നിലനിർത്തി നഗരവികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു യോജിപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും സൗഹൃദം, സമഭാവന, സ്നേഹം, സമവായം, ഇതാണ് ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും തീർച്ചയായും ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലാണ്. അതുകൊണ്ട് ആ ഒരു പാതയിൽ കൂടി നഗര വികസന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളതും.
പരസ്പരം കെട്ടിപ്പിടിച്ച വൈകാരിക നിമിഷങ്ങൾ പങ്കുവച്ച് തോറ്റ സ്ഥാനാർത്ഥിയും ജയിച്ച സ്ഥാനാർത്ഥിയും വോട്ടിനപ്പുറം രാഷ്ട്രീയം വ്യക്തിബന്ധങ്ങളുടേതാകുന്ന മനോഹര കാഴ്ച വളാഞ്ചേരിയിൽ നിന്നാണ്. എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുജീബ് വാലാസിയും ഫൈസൽ അലി തങ്ങളുമാണ് ആഹ്ലാദ പ്രകടനത്തിനിടെ റോഡിൽ കണ്ടപ്പോൾ സൗഹൃദം പങ്കുവച്ചത്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുമ്പോഴാണ്. അത്തരത്തിലൊരു മനോഹര കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി സാക്ഷ്യം വഹിച്ചത്. വളാഞ്ചേരി നഗരസഭയിലെ 1-ാം ഡിവിഷനിലേക്ക് മത്സരിച്ച ലീഗിലെ മുജീബ് വാലാസിയും ഇടത് സ്വതന്ത്രനായ ഫൈസൽ അലി തങ്ങളുമാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിട്ടത്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് തെളിയിക്കുന്ന ഈ അതിമനോഹര കാഴ്ച ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതേക്കുറിച്ച് മുജീബ് വാലാസി പറയുന്നത് ഇങ്ങനെയാണ്. 34-ാം വാർഡിലെ വിജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് 3-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തിനൊപ്പം ഫൈസൽ തങ്ങളെ കണ്ടു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തന്റെ നല്ല സുഹൃത്തായ തങ്ങളെ കണ്ടപ്പോഴുണ്ടായ വൈകാരികതയിൽ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കുവയ്ക്കുകയായിരുന്നു. മുജീബിന്റെ സഹോദര ഭാര്യ റംഷീനെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളെ 34-ാം ഡിവിഷനിൽ എൻ്റെ പഴയ വാർഡ്, ആ ഡിവിഷനിലും ഞങ്ങൾ UDF തന്നെയാണ് ജയിച്ചത്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും ഞാനും കൂടി ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആ സൈഡിൽ, പ്രത്യേകിച്ച് ആ 3-ാം വാർഡിൽ, തങ്ങളെ പഴയ വാർഡിൽ LDF ആയിരുന്നു ജയിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രകടനവും വരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ വാഹനത്തിലായിരുന്നു, തങ്ങൾ നടന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൈ കൊടുത്തു, പിന്നെ കുറച്ചു നേരം കൂട്ടിപ്പിടിച്ചു. കുറച്ചു നേരം ഞങ്ങൾ കുറച്ച് സമയം തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കണമെന്നും രാഷ്ട്രീയം രാഷ്ട്രീയമായും വ്യക്തിബന്ധം അങ്ങനെയും മുന്നോട്ട് പോകണമെന്നും മുജീബ് പറയുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിൽ പല പ്രശ്നങ്ങളും പ്രകോപനങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ ആ മത്സരത്തിൻ്റെ അടിയിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ വന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് കൃത്യമായിട്ട് വിമർശനം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് നമ്മൾ പറയുക ചെയ്യും, നമ്മളെ ആദർശം നമ്മൾ പറയുക തന്നെ ചെയ്യും. പക്ഷെ അതിനേക്കാൾ അപ്പുറം അത് ആ സമയത്തെ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വലിയ മൂല്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ആണ് ആ സമയത്ത് പറയാനുള്ളത്. നഗരസഭയിലെ 1-ാം ഡിവിഷനായ തോണിക്കലിലാണ് മുജീബ് വാലാസിയും ഫൈസൽ അലി തങ്ങളും മത്സരിച്ചിരുന്നത്. 182 വോട്ടുകൾക്ക് മുജീബ് വാലാസി വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കൗൺസിലിൽ ഇരുവരും വെവ്വേറെ വാർഡുകളിൽ നിന്ന് വിജയിച്ച കൗൺസിലർമാരായിരുന്നു. ഇക്കുറി നേർക്കുനേരായിരുന്നു മത്സരം. ന്യൂസ് 18 തിരൂർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഗംഭീര കക്ഷിയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ള ചിപ്സ് കോൺഗ്രസ് പാസ്സാക്കുകയും കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുകയും ചെയ്തതോടെ നിയമമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റവാളിയാണ് ജെഫ്രി എപ്സ്റ്റൈൻ. ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ഇയാളുടെ നിശാ പാർട്ടികളിൽ സഹകരിച്ചിട്ടുണ്ട്. ഇത് ആയുധമാക്കി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തിയിരുന്നു. വിവാദം കനത്തതോടെയാണ് ട്രംപ് ഈ ബില്ലിൽ ഒപ്പുവെച്ചത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായക വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. നമ്മൾക്കിന്നൊരു നല്ല പ്രഭാതമാണെങ്കിലും അമേരിക്കയിലും മറ്റു ലോകത്തുമുള്ള പ്രധാനപ്പെട്ട ചില വ്യവസായികൾക്കും നേതാക്കൾക്കുമൊക്കെ ഇന്നൊരു നല്ല പ്രഭാതമായിരിക്കില്ല. കാരണം ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ, വലിയ ഒരു ധനികൻ്റെ, അയാൾ ചെയ്തു കൂട്ടിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽസ് എന്നറിയപ്പെടുന്ന ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഈ ലൈംഗിക കുറ്റവാളിയുടെ വിവരങ്ങൾ, ഇയാൾ പ്രായപൂർത്തി പെൺകുട്ടികളോട് ചെയ്ത ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. 2005 മുതൽ പുറത്തു വന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, FBI നടത്തിയ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഇതുവരെ ഒരു ക്ലാസിഫൈഡ് രേഖകളായി മറച്ചു വച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രമുഖ നേതാക്കളുമായുള്ള ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ആളുടെ ബന്ധം അത് പുറത്തായതോടുകൂടിയാണ് ഡെമോക്രാറ്റ്സ് അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആരോപണത്തോടു കൂടി
ഈ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടണം എന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ അതിൽ അവസാനം വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ ക്ലാസിഫൈഡ് രേഖകൾ അൺക്ലാസിഫൈഡ് ആക്കാനുള്ള ഒരു പേപ്പറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിരവധി പേജുകളുള്ള, നിരവധി വിവരങ്ങളുള്ള, നിരവധി കേസുകളുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്. അതിൽ ഏതൊക്കെയാണ് പുറത്തു വരേണ്ടത്, ആരുടെയൊക്കെ പേരുകളാണ് പുറത്തുവിടേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ, അതായത് ഇതിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികളുടെ പേരുകൾ മറച്ചു വെക്കേണ്ടതുണ്ട്, അവരുടെ ഐഡന്റിറ്റികൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇയാളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പേരിലുള്ള കോണ്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ബിൽ ഗേറ്റ്സ് അടക്കമുള്ള നേതാക്കൾ, പ്രമുഖ വ്യവസായികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുമായി പ്രവർത്തിച്ചിരുന്നു. ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ആൾ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നു, ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇയാൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2019 ജയിലിലാവുകയും പിന്നീട് 2019 ജൂലൈയിൽ ജയിലിലാവുകയും 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഇയാളുടെ മരണം അസ്വാഭാവിക മരണമാണ്. ഇയാളുടെ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ വലിയ പ്രമുഖന്മാരുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പിന്നാലെ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കൊലപ്പെടുത്തിയതാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. 2005 ആദ്യമായി ഈ ഒരു ജെഫ്രി എപ്സ്റ്റൈനെതിരെ ഒരു കേസ് വരുന്നത്. അന്നൊരു 14-കാരിയാണ് ഒരു പരാതി നൽകിയത്. തന്നെ മസാജിന് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. അതിനുശേഷം ഇയാൾ 12 ദിവസം ജയിലിൽ കിടന്നു, 1 വർഷത്തെ അന്വേഷണത്തിന് ശേഷം. എന്നാൽ അതിനുശേഷം വീണ്ടും ഇയാളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് വീണ്ടും അയാളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തുടർന്നു വന്നു. പിന്നീട് 2015 വിർജീനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള വിർജീനിയാണ് ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്യൂൻ എലിസബത്തിന്റെ 2ാമത്തെ മകനായിട്ടുള്ള ആൻഡ്രൂ വിൻസർ അടക്കം പരാതിയിൽ ഉൾപ്പെട്ടു. അങ്ങനെ 2025 കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾക്ക് യോർക്കിന്റെ ഡ്യൂക്ക് എന്ന് പറയുന്ന പദവി അടക്കം നഷ്ടപ്പെട്ട് ഈ ഒരു എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ വരെ ആരോപണം വരികയും, അതായത് ക്യൂൻ എലിസബത്തിന്റെ മകനെതിരെ വരെ, അവിടുത്തെ പ്രിൻസാണ് ബ്രിട്ടന്റെ, ആ ബ്രിട്ടന്റെ പ്രിൻസിന് വരെ സ്ഥാനം നഷ്ടപ്പെടുന്ന, എല്ലാ പദവികളും നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ആണ് നമ്മൾ കടന്നിരുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ ബിൽ ഗേറ്റ്സ് അടക്കമുള്ള, ജോർജ് ബുഷ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ, ഡൊണാൾഡ് ട്രംപിന്റെ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. അത്തരം ചിത്രങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വമ്പന്മാരുടെ പേരുകൾ ഈ എപ്സ്റ്റൈൻ ഫയൽസിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് അധികാരം നഷ്ടമായേക്കുമോ, ഡൊണാൾഡ് ട്രംപിനെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുമോ എന്നുള്ള ഭയം വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടരുത് എന്ന് ഭരണപക്ഷം, ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണപക്ഷം അവിടെ നിലപാടെടുത്തത്. എന്നാൽ ഡെമോക്രാറ്റ്സിൻ്റെയും അതുപോലെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും പ്രതിഷേധത്തിന് മുന്നിൽ, അവരുടെ ആവശ്യത്തിന്, നിരന്തരമായ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമാണ് ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നത്. അങ്ങനെയാണ് എപ്സ്റ്റൈൻസ് ഫയൽ പുറത്തുവിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. മാത്രമല്ല ഇന്നലെ പൃഥ്വിരാജ് ചവാൻ, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവാണ് പൃഥ്വിരാജ് ചവാൻ കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഇത്തരം ഈ എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഈ എപ്സ്റ്റൈൻ ഫയൽസ് ലോകത്തെ, അമേരിക്കയെ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കാനുള്ള, അതിനുള്ള വെടിമരുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. എന്തായാലും ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ചിത്രങ്ങളും അടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കൂടി ഇതിലൊരു പ്രതിരോധത്തിലാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് പുറത്തു വരുന്ന എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കാണാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അശ്വതി. ശരി അഭിലാഷ്, എന്തായാലും അന്ന് വളരെ സമ്മർദ്ദത്തിനൊടുവിൽ ആ ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞ ട്രൂത്ത് സോഷ്യൽ എഴുതിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമ്മുടെ അത്ഭുതകരമായ വിജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയേക്കാൾ അവരെ വളരെയധികം ബാധിക്കുന്ന എപ്സ്റ്റൈൻ വിഷയം ഉപയോഗിച്ചു എന്നായിരുന്നു അന്ന് ട്രംപ് എഴുതിയത്. എന്തായാലും ഇന്ന് ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരൊക്കെ ഞെട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് നൽകിയത്.
കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു. എഞ്ചിൻ റൂമിൽ നിന്നും തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിലാണ് അപകടമുണ്ടായത്. കടയ്ക്കലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാർ പൂർണ്ണമായി കത്തിനശിച്ചു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്നൊരു 6 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തമിഴ്നാട് കടയനല്ലൂർ സ്വദേശികളാണ് ഈ വാഹനം സഞ്ചരിച്ചത്. ഇവർ തമിഴ്നാട്ടിലേക്ക് വരികയായിരുന്നു. അതായത് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് വാഹനത്തിന് ഇങ്ങനെ പുക വരുന്നത് കണ്ട് ഇവർ പരിഭ്രാന്തരാവുകയും ഉടൻ തന്നെ വാഹനം നിർത്തി പുറത്തിറങ്ങുകയും ചെയ്തു. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വാഹനം പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യമായിരുന്നു. വാഹനത്തിന്റെ എഞ്ചിൻ റൂമിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് ഇവർ പോലീസിന് പറഞ്ഞത്. ഈ തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതെന്താണ് ഈ തീപിടുത്തത്തിന് കാരണമുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ആളപായമൊന്നുമില്ല, വളരെ ആശ്വാസകരമാണ്. പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി ഇവർ പുറത്തിറങ്ങിയതാണ് ഇവർ രക്ഷപ്പെടാൻ കാരണമായത്. എന്തായാലും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ അപകട കാരണം പോലീസ് അന്വേഷിച്ച് വരികയാണ്. അശ്വതി. ശരി. ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്ക്. ഇന്നലെ 97,932 ഭക്തരാണ് മല കയറിയത്. കഴിഞ്ഞ 2 ദിവസമായി തിരക്ക് അല്പം കുറവായിരുന്നു. മണ്ഡലപൂജ അടുത്തതോടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷ. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ഇനി അവധി ദിവസങ്ങളാണ്, ഇന്ന് വീക്കെൻഡാണ്, അവധി ദിവസങ്ങളാണ് വരുന്നത്. തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുക അശ്വതി. പക്ഷേ അവധി എന്നത് മാത്രം ഒരു തിരക്കിൻ്റെ കാരണമായി ശബരിമല സന്നിധാനത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഈ ഒരു മണ്ഡലപൂജ തുടങ്ങിയ ശേഷമുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും തിരക്ക് കുറവുള്ളതൊക്കെ അവധി ദിവസങ്ങളിലായിരുന്നു. പക്ഷേ ഒരു ക്രിസ്മസ് അവധി പോലെയുള്ള ഒരു വലിയ അവധിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. ഇപ്പോൾ ഉഷപൂജയുമായി ബന്ധപ്പെട്ട ശീവേലി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേൽശാന്തി ഉൾപ്പെടെയുള്ളവരാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി പോകുന്നത്. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരും ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. എന്തായാലും അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ അവധി, ഇനിയൊരു ക്രിസ്മസ് അവധി, തുടർച്ചയായ അവധിക്ക് ആ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഇന്നലെ മിനിയാന്ന് ഇന്നലെ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത ആളുകൾ എത്തുന്നു. അതിൻ്റെ തലേദിവസവും അതിൻ്റെ തലയ്ക്ക് തലേദിവസവും ഒക്കെ ഒരല്പം തിരക്ക് കുറവായിരുന്നു. 80,000-ലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മണ്ഡലപൂജയ്ക്ക്. 23-ാം തീയതി തങ്കേങ്കി ഘോഷയാത്ര ഇതുവഴി കടന്ന് ആറന്മുളയിൽ നിന്ന് പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഇനിയുള്ളത് ഉത്സവ ദിവസങ്ങളാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 26-നാണ് തങ്കേങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് വൈകുന്നേരത്തോടു കൂടി എത്തുന്നത്. 27-ന് മണ്ഡലപൂജ നടക്കുകയാണ്. അങ്ങനെ ഒരു തീർത്ഥാടന കാലത്തിൽ മണ്ഡലകാലത്തിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് പതുക്കെ എത്തുകയാണ് ശബരിമല സന്നിധാനം. തിരക്കുള്ള ദിവസവും ഈ രാത്രിയൊക്കെ ഭക്തരെ കടത്തിവിടുന്നതുകൊണ്ട്, അതായത് ഈ 18-ാം പടി ആകെ ഏതാണ്ട് പുലർച്ചെ 2 മണിക്ക് മാത്രമാണ് അടയ്ക്കുന്നത്, അത് കഴുകുന്നതിനും മറ്റും. അതല്ലാതുള്ള സമയത്തൊക്കെ സന്നിധാനത്തെ ഈ 18-ാം പടി ചവിട്ടുന്നതുകൊണ്ട് തന്നെ വലിയൊരു ക്യൂ താഴേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരം. ഈ 1 ലക്ഷം പേരൊക്കെ എത്തുന്ന സമയത്ത് പോലും ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥ. എന്തായാലും സന്നിധാനം നല്ല തിരക്കിൽ തന്നെയാണ് ഇന്നും തുടരുന്നത്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലേക്ക് മല കയറി എത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം കിട്ടുക എന്നതൊരു പ്രധാന ആശ്വാസമാണ്. ഇതിനായി ശരംകുത്തിയിലാണ് 10,000 ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് പ്രവർത്തിക്കുന്നത്.
24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടാണ് ക്യൂവിൽ ഉൾപ്പെടെ നിൽക്കുന്ന ഭക്തർക്ക് വെള്ളം എത്തിക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക സംഘം തന്നെ രാപകലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. മല കയറി വരുന്ന ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരല്പം കുടിവെള്ളം കിട്ടുക എന്നുള്ളത്. പല ഘട്ടത്തിലും ചില സമയങ്ങൾക്ക് മുൻകാലങ്ങളിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആധുനികമായ ഒരു കുടിവെള്ള സജ്ജീകരണ സംവിധാനം ഒരുക്കി ശരംകുത്തിയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. അതിൻ്റെ നടത്തിപ്പുകാരാണ് എനിക്കൊപ്പം ഉള്ളത്. ചേട്ടാ, ഏതാണ്ട് ഒരു 10,000 ലിറ്റർ അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ? അത് ആ 2 ബോയിലറിനെ തിളപ്പിച്ച് ഈ 3 ബോയിലറിലോട്ട് പമ്പ് ചെയ്ത് കയറ്റുക. അത് പിന്നെ നടപ്പന്തൽ, ശബരികൂടം, മരക്കൂട്ട് 3 സ്ഥലത്തേക്കും പൈപ്പ് കണക്ഷനാണോ? എങ്ങനെയാ? അതാണ് കണക്ഷനാണ്. ഈ പിന്നെ ഇതെന്ത് വെള്ളമാണ്, എന്താണ് അതിൻ്റെ ഒരു രീതി എന്താണ് പറയുന്നത്? ഇതിനകത്ത് മെഡിസിൻ എന്ന് പറയുന്നത് പതിമുഖം, രാമച്ചം, ചുക്കാണ്. ഇതിൻ്റെ അളവെന്ന് പറയുകയാണെങ്കിൽ പതിമുഖവും മറ്റേ ചുക്കും കൂടെ 1.25 കിലോ ആണ്. പിന്നെ രാമച്ചം പറഞ്ഞാൽ 625 ഗ്രാമാണ്. അത് നമ്മൾ കിഴി കെട്ടിയാണ് നമ്മൾ ബോയിലറിട്ട് അത് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഇതിലോട്ട് ഇടുക. ഒരു ദിവസം കുറേ തവണ ഇത് ഉണ്ടാക്കുമോ? എങ്ങനെയാ അതിൻ്റെ? ഒരു 7-8 മണിക്കൂറെങ്കിലും തിളപ്പിക്കാറുണ്ട് നമ്മൾ. ഓരോ തിളപ്പിൽ കഴിയുമ്പോഴും ഓരോ കിഴി നമ്മൾ ചേഞ്ച് ചെയ്താണ് അടുത്ത കിഴി കെട്ടിയിടും. ഓരോ മണിക്കൂറിൽ മാറ്റുമോ? ഈ ഓരോ കിഴിയും ഓരോ മണിക്കൂർ മാറ്റും. മണിക്കൂർ ഇപ്പോൾ ഈ തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഇതിലോട്ട് മാറ്റിയതിന് ശേഷം ആദ്യം ഇട്ടേക്കുന്ന കിഴികളെല്ലാം മാറ്റിയിട്ട് പുതിയ കിഴി ഇവിടെ കെട്ടി വെച്ചിട്ടില്ലേ, അതേപോലെ മാറ്റിയിട്ട് കൊടുക്കും. ഇടയ്ക്ക് കറണ്ട് പോകുന്ന അങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ ഇല്ല, അതിനുള്ള സംവിധാനമുണ്ട്. KCBക്കാർ വന്നപ്പോൾ റെഡിയാകും. കുറച്ച് നേരം കറണ്ട് പോയാലും ഇത് ഫുള്ള് ഇതിനകത്ത് ഒരു 15,000 ലിറ്ററോളം ഉണ്ടാവും. പിന്നെ എത്ര പെട്ടെന്ന് തീരും? ഒരു 14 ലിറ്റർ ഒരു എത്ര സമയം കൊണ്ട് തീരും? തിരക്കനുസരിച്ച് വേണം തീരും. തിരക്ക് കൂടുവാണെങ്കിൽ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരു സമയമായിട്ടൊന്നും ഇല്ലെന്ന് പോകും. എന്നാൽ ഈ കുടിവെള്ളം ആളുകൾക്ക് കിട്ടാതെ വരികയും കിട്ടുകയും ചെയ്യുന്നതിൻ്റെ ഒരു കിട്ടുന്നവർക്കൊരു വലിയ സന്തോഷമാണ്. കിട്ടാതെ ഇതുവരെയും വെള്ളത്തിന് ഷോർട്ടേജ് വന്നിട്ടില്ല. ഇല്ല, ഇതുവരെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് വെള്ളം ഉണ്ടാക്കുന്നവരെന്ന് ആർക്കും അറിയില്ലായിരിക്കും അല്ലേ? എന്തായാലും ഈ മല കയറി വരുമ്പോൾ ആ ഒരു ചൂട് വെള്ളം ഉണ്ടല്ലോ, ഈ ആകെ ബുദ്ധിമുട്ടി കയറി വരുമ്പോൾ ആ ഒരു ഇത്തിരി ചൂടിൽ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാണ് ഈ മനുഷ്യർ എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. KP ദിനേശൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 ശരംകുത്തി. ആചാരപ്പെരുമയിൽ മണർകാട് സംഘം അയ്യപ്പന് പണക്കിഴി സമർപ്പിച്ചു. 50 അംഗങ്ങൾ അടങ്ങിയ സംഘമാണ് സന്നിധാനത്ത് കിഴി സമർപ്പിച്ചത്. ദശാബ്ദങ്ങൾക്ക് മുൻപ് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി സേവിച്ചിരുന്നത് മണർകാട് സംഘമായിരുന്നു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കെട്ടുമുറുക്കി എരുമേലി കാനനപാതയിൽ കൂടിയാണ് സംഘം സന്നിധാനത്തെത്തിയത്. നീലപ്പട്ട് വിരിച്ച് 28 കരകളിലെ ഭക്തർ സമർപ്പിച്ച കാണിക്ക സന്നിധാനത്തെ സോപാനപ്പടിയിൽ സമർപ്പിച്ചു. ഉച്ചപൂജയോടെയായിരുന്നു സമർപ്പണം. പണ്ട് കാലങ്ങളിൽ മണ്ണാട് സംഘം ഇവിടെ ഒരു ഉണ്ടായിരുന്നു. അത് നമ്മൾ മുടങ്ങി കിടക്കുമായിരുന്നു. അത് 95 പ്രശ്നവിധി പ്രകാരം ഞങ്ങൾ പുനരാരംഭിച്ച് ഇപ്പം 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എരുമേലിയിൽ നിന്ന് കാൽനടയായിട്ടാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. മകരവിളക്കുത്സവം മാത്രം നടന്നിരുന്ന കാലത്ത് കാനനപാതയിലൂടെ തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി നൽകിയിരുന്നത് മണർകാട് സംഘമായിരുന്നു. പൂജാ സമയങ്ങളിലടക്കം മാറ്റം വന്നതോടെ പഴയ രീതികൾ നടക്കാതെയായി. ദേവപ്രശ്നത്തിൽ എല്ലാ വർഷവും കിഴി സമർപ്പിക്കണമെന്ന നിർദ്ദേശം വന്നതോടെയാണ് മണർകാട് സംഘം 1995 മുതൽ വീണ്ടും യാത്ര തുടങ്ങിയത്. ന്യൂസ് 18 സന്നിധാനം. തിരുവനന്തപുരം ശംഖുമുഖം തീരസംരക്ഷണത്തിന് കൃത്രിമ തീരനിർമ്മാണം വ്യാപിപ്പിക്കാൻ തീരുമാനം. 14 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന തലസ്ഥാനത്തിന്റെ ഒരു മുഖമാണ് ശംഖുമുഖം തീരം. ആ ശംഖുമുഖം തീരം തിരയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കൃത്രിമ തീര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. നേവി ദിനത്തോട് അനുബന്ധിച്ചാണ് പ്രാഥമികമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും അത് തിരയിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്രിമ തീര നിർമ്മാണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാകും ഇതിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഏതാണ്ട് 14 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഡയഫ്രം വാൾ മുതൽ ആറാട്ട് മണ്ഡപം വരെ നീളുന്ന തരത്തിലാണ് ഈ കൃത്രിമ തീരം നിർമ്മിക്കുക. നേരത്തെ ഈ ശക്തമായ തിരമാലകളടിച്ച് ആറാട്ട് മണ്ഡപം അടക്കം നശിക്കുന്ന തരത്തിലേക്ക്
സാഹചര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് പൈതൃകമായിട്ടുള്ള ഈ ആറാട്ട് മണ്ഡപം അടക്കം സംരക്ഷിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൃത്രിമ തീരം നിർമ്മിച്ച് ഈ ഡയഫ്രം വാൾ മുതൽ ആറാട്ട് മണ്ഡപം വരെയുള്ള ഭാഗത്ത് ഈ കൃത്രിമ തീരം നിർമ്മിക്കുന്നതിലൂടെ അവിടെ കൃത്യമായി ഈ തിരയിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തീരത്ത് ആഴത്തിൽ കുഴിയെടുത്ത് കരിങ്കല്ലുകൾ പാകും. തുടർന്ന് തിര വന്നടിച്ചാലും ഇളകാത്ത രീതിയിലാകും ഇതുമായി ബന്ധപ്പെട്ട ജിയോ ബാഗുകൾ അടക്കം സ്ഥാപിക്കുക. ഇത് കഴിഞ്ഞാണ് മണൽ നിരത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കൃത്യമായി തന്നെ ഈ വലിയ തിരമാലകളിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതർ. മാത്രമല്ല, നമുക്കറിയാം സാധാരണയായി ഇങ്ങനെ കൃത്രിമ തീരം നിർമ്മിക്കുന്നതിന് മുമ്പ് വലിയ തരത്തിൽ ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്ന സമയങ്ങളിലൊക്കെ ശംഖുമുഖം തീരത്തേക്ക് കയറി റോഡിലേക്ക് കയറുന്ന തരത്തിൽ വലിയ തരത്തിൽ തിരമാലകൾ അടിക്കുന്നു. എയർപോർട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണിത്. ആ റോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപകടാവസ്ഥയിലാകുകയും അതുവഴി വാഹന ഗതാഗതം വഴിതിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവ് കാഴ്ചയായിരുന്നു. എന്തായാലും അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ഈ കൃത്രിമ തീര നിർമ്മാണം എന്ന വിലയിരുത്തലാണ് മേജർ ഇറിഗേഷൻ വകുപ്പ്. അതിന്റെ ഭാഗമായി തന്നെയാണ് 14 കോടി രൂപ മുതൽ മുടക്കിൽ ഡയഫ്രം വാൾ മുതൽ ആറാട്ട് മണ്ഡപം വരെയുള്ള ഭാഗത്ത് ഈ കൃത്രിമ തീരം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാസം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പാലക്കാട് തിരുമിറ്റക്കോട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുറത്തുവരുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച. പ്രദേശത്ത് ഫാമുകൾ പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്. പഞ്ചായത്തിന് ഈ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ വിവരങ്ങൾ ഇല്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഓഫീസിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന ഫാമിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. പന്നിപ്പനി സ്ഥിരീകരിച്ചപ്പോഴാണ് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നുള്ള വിവരം പുറത്തുവരുന്നത്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 60ഓളം പന്നികൾ ഫാമുകളിൽ ചത്തതായി മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ വ്യക്തമാക്കി. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾക്ക് ലൈസൻസ് ഇല്ലെന്നും ഫാമുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചില്ലെന്നും വെറ്റിനറി ഡോക്ടർ കാർത്തിക അവലോകന യോഗത്തിൽ പറഞ്ഞു. നിലവിൽ അവിടെ ഡെത്ത് ഓരോ ദിവസവും 5 4 വെച്ച് ഡെത്ത് ഉണ്ടായിരുന്നു. ഈ സാമ്പിൾ അയച്ചതിന് ശേഷം ഏകദേശം ഒരു ഇന്നലത്തെ കണക്ക് വരെ 59 എണ്ണം ചത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇനി 11 എണ്ണാണ് ബാക്കിയുള്ളത് ഈ ഫാമില്. മറ്റേ ഫാം ഇതിന്റെ തൊട്ടപ്പുറത്ത് ഫാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പഞ്ചായത്തിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാമിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫാമുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ല. പന്നിപ്പനി മനുഷ്യരിലേക്ക് പകരില്ല. എന്നാൽ നിയന്ത്രിച്ചില്ലെങ്കിൽ പന്നികൾ കൂട്ടത്തോടെ ചാകാൻ ഇടവരുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. രോഗം സ്ഥിരീകരിച്ച ഫാമുകളിലെ പന്നികളെ വരും ദിവസങ്ങളിൽ കൊന്നൊടുക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രവി വ്യക്തമാക്കി. അപ്പോൾ ആ ഒരു ഫാമിൽ ഒരു പിഗിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഫാമിലുള്ള എല്ലാ പിഗ്സിനും വിതിൻ ഒരു 15-20 ഡേയ്സിനൊരു ഡെത്ത് സംഭവിക്കും. അപ്പോൾ അവർക്കൊരു സാമ്പത്തികമായിട്ടൊരു നഷ്ടം ഉണ്ടാകും. അപ്പോൾ അത് മാത്രമല്ല, ഇത് എല്ലാ മുഖേനയും സ്പ്രെഡാകും. ഇപ്പോൾ ഫീസിസിൽ മുഖേന സ്പ്രെഡാകും. പിന്നെ അവിടുത്തെ ബെഡിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് കൂടി സ്പ്രെഡാകും. ത്രൂ മാൻ നമ്മൾ ഈ ഫാമിൽ പോയി പിന്നെ ആ ഫാമിലേക്ക് പോകണം, അതിനും സ്പ്രെഡാകും. ഇങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ട് സ്പ്രെഡാകാൻ ഈ അസുഖം. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 1 കിലോമീറ്റർ റേഡിയസ് ഉള്ള പിക്സിനെല്ലാം കല്ലെയ്യാൻ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്. പന്നി ഫാമുകൾക്ക് ലൈസൻസ് ഇല്ലാത്തതും അനധികൃതമായി ഫാമുകൾ പ്രവർത്തിച്ചതും ഭരണകൂടത്തിന്റെയും പിടിപ്പുകേടാണെന്ന് ആരോപിച്ച് നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. അധികൃതർ രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമുകളിൽ സന്ദർശനം നടത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 പാലക്കാട്. കാട്ടാക്കടയിലെ വിവിധ പ്രദേശങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തകർന്നിട്ട് മാസങ്ങളായി. പല ബസ് സ്റ്റോപ്പുകളിലും മേൽക്കൂര നിലംപൊത്തി. സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. കാട്ടാക്കട ചാരുപാറ സ്കൂളിന് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡാണിത്. ആമച്ചൽ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ഈ അവസ്ഥയിലാണ് മണ്ഡലത്തിലെ പല ബസ് സ്റ്റോപ്പുകളും. മേൽക്കൂര നിലംപൊത്തി, ചിലത് ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിൽ. ഇത് കാരണം ബുദ്ധിമുട്ടുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സാധാരണക്കാരാണ്. കഴിഞ്ഞ കാലവർഷക്കാലത്തുണ്ടായ ശക്തമായ കാറ്റിലാണ് ഇവയൊക്കെ നിലംപൊത്തിയത്.
ഇത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി തവണ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇത് രാത്രിയിലാണ് ഇത് തട്ടിമറിച്ചിട്ട് ഒരവസ്ഥയിൽ ഇത് കാണുന്നത്. ഇതുവരെയായിട്ട് ഇത് ഒരു അധികാരികളോ ആരും തന്നെ ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതെന്താണ് സംഭവിച്ചെന്നോ ഇതുവരെ ഒരുത്തരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ഒരു പൂർണ്ണമായി ആൾക്കാർക്ക് ഒരു ഉപയോഗമായി തീരാൻ അതിന് വേണ്ടുന്ന നടപടി അധികാരികളും പഞ്ചായത്തുമായിട്ട് എടുക്കണം എന്ന് നമ്മൾ താഴ്മയായി പറയുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. പാലക്കാട് പട്ടാമ്പിയിൽ പാതയോരത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. പട്ടാമ്പി നഗരത്തിലെ ബൈപ്പാസ് റോഡിലാണ് സംഭവം. മാലിന്യം തള്ളി 3 ദിവസമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയരുന്നു. പാലക്കാട് പട്ടാമ്പി പുലാമന്തോൾ റോഡിൽ നിന്നും വടക്കുമുറിയിലേക്കുള്ള ബൈപ്പാസ് റോഡരികിലാണ് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ബൈപ്പാസ് റോഡിൽ ഫിഷ് മാർക്കറ്റിന് പുറകുവശത്തായാണ് റോഡരികിൽ വലിയ തോതിൽ വാഹനത്തിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത്. യാത്രയ്ക്കും പ്രഭാത സവാരിക്കുമൊക്കെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ ജനദ്രോഹ പ്രവർത്തനം നടത്തിയത്. മീറ്ററുകൾക്കപ്പുറം ജനവാസ മേഖലയാണ്. 3 ദിവസം മുൻപാണ് മാലിന്യം തള്ളിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചു. എന്നാൽ മാലിന്യത്തിന് മുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറിയതല്ലാതെ മാലിന്യം നീക്കാനോ മറ്റോ ഉള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയിലെ മാർക്കറ്റിന് പുറകുവശത്തുള്ള ബൈപ്പാസിലെ കക്കൂസ് മാലിന്യം തള്ളിയിട്ട് 3 ദിവസങ്ങളായി. ആരോഗ്യ വിഭാഗമോ ഒന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ആ പ്രദേശത്ത് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ബൈപ്പാസിൻ്റെ ചുറ്റുവട്ടം ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അതിന് പുറമെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾപ്പാർപ്പുള്ള വീടുകളുള്ള സ്ഥലം കൂടിയാണ്. ഇത് ക്യാമറ വെച്ച ആളെ പിടിക്കാനോ മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് സത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. രാത്രിയായാൽ ബൈപ്പാസ് റോഡ് ഇരുട്ടിലാണ്. വഴിവിളക്കുകളില്ലാത്തത് മാലിന്യം തള്ളാനെത്തുന്നവർക്ക് സൗകര്യമാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ്.
മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്ക്. ബംഗ്ലാദേശിലെ മുൻ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രസ്ഥാനമായ ഇൻക്ലാബ് മഞ്ചിന്റെ കൺവീനർ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധം. രാജ്യത്തെ ഏറ്റവും വലിയ ബംഗാളി പത്രമായ പ്രഥം ആലോയുടെയും ഡെയിലി സ്റ്റാറിന്റെയും ഓഫീസുകൾ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. രാജ്ഷാഹിയിലെ അവാമി ലീഗ് ഓഫീസും പ്രതിഷേധക്കാർ കത്തിച്ചു. ഹാദിയുടെ മരണവാർത്ത സിംഗപ്പൂരിൽ പ്രചരിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ ഷഹാബാദ് സ്ക്വയറിൽ തടിച്ചുകൂടിയതായി റിപ്പോർട്ടുണ്ട്. തുടർന്ന് രോഷാകുലരായ ജനക്കൂട്ടം പ്രദേശം ഉപരോധിച്ചു. ഹാദിയെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് പ്രതിഷേധക്കാർ പ്ലക്കാർഡുകൾ ഉയർത്തി. പിന്നീട് നടന്ന പ്രകടനങ്ങൾ അക്രമാസക്തമായി. അതേസമയം രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങൾ ചർച്ച ചെയ്യാൻ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന VBG റാംജി ബിൽ ഏകപക്ഷീയമായി രാജ്യസഭയിലും ഇന്നലെ അർദ്ധരാത്രിയോടെ പാസാക്കി. 8 മണിക്കൂർ ബില്ലിൽ ചർച്ച അനുവദിച്ചിരുന്നെങ്കിലും 7 മണിയോടെ ആരംഭിച്ച ചർച്ചയിൽ 12 മണിയോടെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടിയോടെ ബിൽ പാസാക്കി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം പ്രതിപക്ഷ പ്രതിഷേധം തള്ളിയാണ് ബില്ല് പാസാക്കിയത്. ബില്ലിൽ ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി നിയമം പ്രാബല്യത്തിൽ വരും. മോദി സർക്കാർ നീക്കത്തിനെതിരെ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം ശക്തമാക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ദുബായിൽ നടന്ന റോൾ ബോൾ വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ടീം ചാമ്പ്യന്മാർ. കെനിയയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ജയം. കൊല്ലത്തെ ആൻമരിയം നെറ്റോ മാത്രമായിരുന്നു കേരളത്തിൽ നിന്ന് ടീമിൽ ഇടം നേടിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. ലക്നൌവിൽ നടക്കേണ്ടിയിരുന്ന 4ാം മത്സരം പുകമഞ്ഞ് കാരണം ടോസ് പോലും ഇടാതെ ഉപേക്ഷിച്ചിരുന്നു. അഹമ്മദാബാദിലും പുകമഞ്ഞ് ഭീഷണിയുണ്ട്. നിലവിൽ പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. ആദ്യ മത്സരവും 3ാം മത്സരവും ഇന്ത്യ ജയിച്ചപ്പോൾ 2ാം മത്സരം ദക്ഷിണാഫ്രിക്ക ജയിച്ചു. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ദക്ഷിണാഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ പരമ്പര 2-2 സമനിലയിലാകും. 4ാം T20 മത്സരത്തിന് തൊട്ടുമുമ്പ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കാൽവിരലിന് പരിക്കേറ്റതിനാൽ അവസാന മത്സരത്തിൽ ഗിൽ കളിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ മലയാളി താരം സഞ്ജു സാംസണ് വീണ്ടും ഓപ്പണറാകാൻ അവസരം ലഭിച്ചേക്കും. ഇനി നമുക്ക് സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകാം. തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ വിഷ്ണു രേവതി ദമ്പതികളുടെ മകൾ നിവേദിതയുടെ പിറന്നാളാണിന്ന്. പാപ്പനംകോട് ആർച്ച് ഏഞ്ചൽ സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിവേദിതയ്ക്ക്. എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ മോളെ. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ശ്രീകുമാർ അനിത ദമ്പതികളുടെ 3ാം വിവാഹ വാർഷികമാണിന്ന്. അപ്പോൾ ശ്രീകുമാറിനും അനിതയ്ക്കും നല്ല ദിവസങ്ങളാകട്ടെ മുന്നോട്ട്. ഹാപ്പി ആനിവേഴ്സറി. ഇതോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. നമസ്കാരം.